ഇതിൽ ഇത്ര കയറ് എടുക്കറ ഫുള്ളായിട്ടാക്ക്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷവും? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ട് പോന്ന്. ഇന്ന് ഞാൻ ചെറിയൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിനി. ഇതിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല, പക്ഷെങ്കിൽ എനിക്ക് നിങ്ങളുമായിട്ട് കുറച്ച് മക്കളെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഷെയർ ആക്കാനുണ്ട്. ഇതിപ്പോൾ സമയം വൈകുന്നേരം ഒരു 4:45 5 മണിയെല്ലാം ആകാനായിനെ. അന്നേരമാണ് നമ്മൾ കണ്ണൂരിലേക്ക് പോകുന്നത്. മോർണിംഗ് ഇക്കാക്ക് ട്രിപ്പുള്ളതുകൊണ്ട് തന്നെ വൈകുന്നേരേനും വരാൻ പറഞ്ഞിന്. അപ്പോൾ ആ സമയമാകുമ്പോൾ തന്നെ ഇക്ക ഫ്രീ ആവും. അങ്ങനെ ഇതാ ഞാനും മക്കളും റെഡിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങലാ. എന്നാ അത് ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്. തൊട്ട് ഏതാ ബ്ലൂ? അതിനിത് ഇത് നമ്മൾ പോകുന്ന തിരക്കിൽ ലൂലുവിന് ഇങ്ങനെ ഈ ഗെയിമിൻ്റെ ഈ ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ വയ്യാതെ നടക്കുന്നുണ്ടേനു. ഉമ്മ ഇത് തൊട്, ഇതൊരു ഗെയിമാണ്, ഇത് കളിക്കുന്നല്ല പറഞ്ഞിട്ട്. പിന്നെ ഞാൻ റെഡിയാകുന്ന ആ ഒരു തിരക്കിലില്ല വലിയ മൈൻഡാക്കിയിട്ടില്ലേനു. പിന്നെ അധികവും നോക്കാണ്ട് എന്നാൽ മൂപ്പർ ഫുള്ള് സാഡാവും. അതുകൊണ്ട് കുറച്ച് നേരം മിനിഹ ചൂടുന്ന ആ ടൈമിലെല്ലാം ഒളപ്പരം കളിക്കലേനു. ഇതാ നമ്മൾ ബസ്സിലേനു കണ്ണൂരിലേക്ക് പോകുന്നത്. കണ്ണൂരിൽ എത്തിയ പാടന്നെ ചായയാണ് കേട്ടോ കുടിച്ചേ. വീട്ടിൽ നിന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് മക്കൾ വലിയ മൈൻഡാക്കിയിട്ടില്ല. നമുക്ക് പുറത്തുനിന്ന് കുടിക്കാം ഉമ്മ അങ്ങനെ പറഞ്ഞിട്ട് കണ്ണൂരെത്തിയാലോ ഫസ്റ്റ് ചായ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചായ കുടിക്കല. നമ്മളെ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ തന്നെ നല്ല അടിപൊളി ചായക്കടയുണ്ട്, അവിടെ നിന്നും കുടിച്ച്. അതിൻ്റെ മുമ്പിൽ തന്നെയാണ് റിയൽ ഹൈപ്പർ മാർക്കറ്റ്, അവിടെയാണ് ഇപ്പം നമ്മൾ പോയിന്. ഇന്ന് ഇവരെ ഡേ ആണ് കേട്ടോ. ഇന്ന് ഇവർക്കായിട്ട് നമ്മളങ്ങനെ ഷോപ്പിംഗ് ചെയ്യാൻ കുറച്ച് പോക്കറ്റ് മണി കൊടുത്തതാണ്. എന്തെല്ലോ കുറേ സാധനം വാങ്ങാനുണ്ട്. അങ്ങനെ അവരെ ഇഷ്ടത്തിന് എടുക്കട്ടെ എന്ന് കരുതി. എന്താ ഇത്ര റേറ്റ് നോക്കി. ₹37 എടുത്തോ. ഇത് തുറന്നോക്കാലോ. അവർക്ക് സ്കൂളിൽ ആർട്ട് ട്ടുള്ള ഒരു പീരീഡ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് മിൻഹ കുറേ ആയി ഇങ്ങനെ പറയുന്നു, ഉമ്മ എനിക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം ഇങ്ങനെ വേണം. മിൻഹ നല്ലോണം വരക്കും. അപ്പോൾ മിൻഹ വരക്കുന്ന നേരം ലൂലു ഓക്ക് വലിയ വരക്കാനൊന്നും അറിയില്ലെങ്കിലും മിൻഹേൻ്റെ ഒപ്പം അങ്ങ് കൂടും. അപ്പോൾ രണ്ടാൾക്കും അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്നിട്ട് അങ്ങനെ പോയതേനു. പിന്നെ അവരെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടു കൊടുക്കുകയാണ് ചെയ്തത്. അവരെ ഇഷ്ടത്തിന് ഇങ്ങനെ ഫുൾ പർച്ചേസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച്. മോള് പറയുന്നുണ്ടായിനി, ഉമ്മ ഇന്ന് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എടുക്കും. അപ്പോൾ രണ്ടാൾക്കും ഒരു എമൗണ്ട് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഫുള്ള് വാരി അങ്ങ് എടുത്തിട്ട് വരും. അങ്ങനെ ചെറിയാൾക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലേ എന്തെല്ലാം എടുക്കണ്ടേന്ന്. പക്ഷേ മിൻഹ എടുക്കുന്ന കണ്ടിട്ട് ഓരോന്നെല്ലാം ഓക്കും വേണം. മിൻഹനെ പോലെ തന്നെ വാങ്ങിയിട്ടില്ലെങ്കിലില്ലേ പിന്നെ വീട്ടിൽ വന്നാൽ ഭയങ്കര കുലുമലായിരിക്കും. ലൂലുവിന് വാങ്ങിയോളത്തെ വാങ്ങിയാൽ മതി. കഴിഞ്ഞ അതെന്നാ അബാക്കസ് ചെയ്യേണ്ട മാത്സിന്റെ മറ്റേ ഇത് നമ്മള് മറ്റേ
ഇങ്ങനെ ടെൻസ് വൺസ് ഫോട്ടോയില് ഇതെന്തിനാ? പൈസ നോക്കിക്കേ. ഫോട്ടോയിലല്ലോ പെണ്ണ് എടുത്ത് വെച്ചിന്. ഗ്ലിറ്റർ പെന്നാ? ഗ്ലിറ്റർ പെണ്ണല്ല, മറ്റേ സ്റ്റാർ സ്റ്റാർ വരുന്നേ. അത് ഐഡിയ ഉണ്ടാവും. എന്നാ പിന്നെ സ്കെച്ച് പെൻസിലാ ഇത് വരക്കുന്ന ഈ അതേപോലെ വരക്കുന്ന സാധനം. മതി, തീർന്ന് കഴിഞ്ഞ്. എന്തെല്ലാം ഫുൾ ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ അവിടെ അവരെ ആ ഒരു ഏരിയയിൽ തന്നെ ഫുൾ ഓടിക്കളിക്കലേനു. കൊട്ടയെല്ലാം എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ചെറിയാൾക്ക് എന്തെല്ലാം എടുക്കേണ്ടത് വലിയ ഐഡിയ ഇല്ല. പക്ഷെ മിൻഹ ഓക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിന്. ലുലു ഇന്ന എന്താ ഹാപ്പി ആയാ? ലുല ചിരിക്കേ. അങ്ങനെ കുട്ടികളെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞിട്ടാ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇക്ക എവിടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനും മക്കളും പറഞ്ഞ് പയ്യാമ്പലം ബീച്ചിൽ പോയി കുറച്ച് സമയം ഇരിക്കാം. അങ്ങനെ ബീച്ചിലേക്ക് പോക്കാം. കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവരുടേതായ രീതിയിൽ അവരിഷ്ടത്തിന് അങ്ങനെ എടുക്കാൻ വിട്ടോണ്ട് സാധാരണ ഞാനങ്ങനെ വിടലില്ല. കാരണം എല്ലാം ഇടും, എന്തെല്ലോ പെറുക്കിയിട്ടെല്ലാം ഇടും. പിന്നെ അങ്ങനെ സമ്മതിക്കാത്തതുകൊണ്ട് ഇനിയിപ്പോൾ അവരെ ഇഷ്ടത്തിന് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വിട്ടതല്ലേ, അതിൻ്റെ ഫുൾ ഹാപ്പി മൂഡേനു. ഇപ്പോൾ ഇതാ നമ്മൾ കണ്ണൂരിലല്ലോ നവമീൻ്റെ ഭാഗമായിട്ട് ഫുൾ ഡെക്കറേഷൻ കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഫുള്ള് ലൈറ്റും കാര്യമായിട്ട് നല്ല രസമായിരിക്കും കാണാൻ. ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും രാത്രി പോയാൽ ഞാൻ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. നല്ല രസമായിരിക്കും കാണാൻ. എക്സിബിഷനെല്ലാം നടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെന്നാ ഇതാ ഞാൻ പറഞ്ഞില്ലേ മോള് ഭയങ്കര ഹാപ്പിയാണ്. ഫുള്ള് പാട്ടെല്ലാം വെച്ചിട്ട് ഡാൻസെല്ലാം കളിക്കല. ഞാൻ വോയിസ് മ്യൂട്ടാക്കിയതാ, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവില്ലേ. ഞാൻ ജസ്റ്റ് അങ്ങനെ വീഡിയോ എടുത്തതാ. അങ്ങനെ ഇതാ നമ്മൾ പയ്യാമ്പലം ബീച്ചിലെത്തിയിട്ടുണ്ട്. നമുക്കൊന്നും വേണ്ട, ഉപ്പിലിട്ട്. അങ്ങനെ ബീച്ചിൽ നിന്ന് ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും പിന്നെ ഷെമീർക്ക ചിരണ്ടി അങ്ങനെ പറയാ അതെല്ലാം വാങ്ങി കഴിക്കല. അനക്കെന്തോ തണുത്തത്ര പറ്റൂല, അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ ചായ എല്ലാം കുടിച്ചുകൊണ്ട് വലിയ വേണമെന്നൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ മക്കളും എല്ലാവരും ഇങ്ങനെ ബീച്ചിൽ നിന്ന് കളിക്കല. നന്നായി ഇരുടായിപ്പോയി, അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ലേനു. അപ്പോൾ നമ്മൾ മുമ്പിലുള്ള ആൾക്കാരിങ്ങനെ പോകുന്ന കണ്ടൊരു പിള്ളേർ ബാമ്മ അമ്മ അങ്ങോട്ട് പോവാൻ. പക്ഷെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടാ. എനിക്ക് ഭയങ്കര പേടിയാണ് നന്നായി ഇരുടാവുമ്പോൾ ഇങ്ങനെ പോവാൻ. അങ്ങനെ കുറച്ച് സമയം റിലാക്സ് ചെയ്ത് കാറ്റെല്ലാം കൊണ്ട് അങ്ങനെ ബീച്ചിലങ്ങനെ ഇരുന്ന് നല്ല രസമല്ലേ. ഇങ്ങനെ നമ്മൾ കാമായിട്ട് അങ്ങനെയെല്ലാം ഇരിക്കുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇരിക്കാൻ. അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് വിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ വീട്ടിലെത്തിയിട്ട് കാര്യം പറയണ്ടല്ലോ, മക്കൾക്ക് എന്തെല്ലാം വാങ്ങിയതല്ലോ ഒന്നും കൂടി ചെക്ക് ചെയ്യലും കാര്യങ്ങളല്ലേനു.
പിന്നെ ഉറങ്ങിനേനു ഇവർ വണ്ടിയിൽ നിന്ന്. എന്നിട്ട് ഉറക്കത്തന്ന് ഇവരെ എണീപ്പിച്ചിട്ട് ഇവിടെ ഞാൻ സോഫയിൽ ഇരുത്തിയേ. പക്ഷേ ആ ഉറക്കൽ എങ്ങോട്ടാണ് പോയെന്നറിയില്ല. എണീറ്റ പാടെ ഇതെല്ലാം ചെക്ക് ചെയ്യല്ലേനു. അപ്പോൾ കലുമ്പുവേ ഇതിൽ ഇത്ര കയറ് എടുക്കറ ഫുള്ളായിട്ടാക്ക്. കുറച്ചെടുക്കാവും. ആ മതി മതി. ഉറക്കത്താ ഇതെല്ലാം ചെയ്യുന്ന റബ്ബേ. ഇവിടെ എത്തിയൊരു ഇവരെ ഉറക്കൽ എവിടെയോ പോയിട്ടാ ഞാൻ എടുത്ത് വെക്കാൻ പറയലേനു. കാരണം സമയം 10:45 പിന്നെ അതെടുത്ത് കളിക്കുന്ന കണ്ടാൽ പിന്നെ എന്തായാലും ഇക്കയും പറയൂ. അങ്ങനെ അതെല്ലാം എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഞാൻ കണ്ണൂർ പോയൊരു മെറ്റീരിയൽ വാങ്ങിയിട്ടുണ്ടായിനെ. അവിടുന്ന് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ഈ വൈറ്റിൽ ആ ഗോൾഡൻ കളർ ഡിസൈൻ ഉള്ളതില്ലേ, അത് മിൻഹക്ക് വാങ്ങിയതേനു. ഓള് സ്കൂളിൽ സ്കിറ്റിനുണ്ട്. അപ്പോൾ അതിൽ ഒരു ചൂരിദാർ ടോപ്പ് അടിച്ചു കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പിന്നെ ഇത് ഈ വലിയ പൂക്കളുള്ളത് അനക്ക് വാങ്ങിയതാണ്. കോഡ് സെറ്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതാ ഈ തുണിയില്ലേ, ഈ കളറില്ലേ, അത് ലൂലുവിന് വാങ്ങിയതേനു. കണ്ണൂർ ശിവശക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഹോൾസെയിൽ കടയുണ്ട്, അവിടുന്ന് വാങ്ങിയതാണ്. നല്ലയില്ലേ കാണാൻ. ഈ 2 തുണിക്ക് മീറ്ററിന് 100 രൂപയായിട്ടുള്ളൂ. അങ്ങനെ ഒന്ന് 4 മീറ്ററും ഒന്ന് 3 മീറ്ററും വാങ്ങിന്. പിന്നെ വൈറ്റിന് മീറ്ററിന് 120. നല്ല ഭംഗിയില്ലേ കാണാൻ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.